പുതുവർഷത്തിലും പണത്തിനായുള്ള നെട്ടോട്ടത്തിലാണ് മലബാറിലെ ജനങ്ങൾ. പണം നിറച്ച എടിഎമ്മുകൾ പലതും ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ കാലിയായി. കടുത്ത നോട്ടുക്ഷാമം മാറി പഴയ അവസ്ഥയിലേക്ക് മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇടപാടുകാർ. എടിഎം നിയന്ത്രണത്തിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടും കടുത്ത നോട്ട് ക്ഷാമത്തിന് നടുവിലായിരുന്നു ഇത്തവണ മലബാറിലെ ജനങ്ങളിൽ പുതുവർഷം വന്നെത്തിയത്. എടിഎമ്മുകൾ കയറിയിറങ്ങിയുള്ള നെട്ടോട്ടത്തിൽ ജനങ്ങൾ വലഞ്ഞു. ഭൂരിഭാഗം എടിഎമ്മുകളും കാലിയാണ്. ഇന്ന് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചാലും ചില്ലറക്ഷാമം ജനങ്ങളെ വലയ്ക്കും. അങ്ങനെ ബാങ്കിൻ്റെ ഒരു തീരുമാനമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 500ഉം 100ഉം എല്ലാം കിട്ടും. നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി എഴുതിയെടുക്കാം. പ്രശ്നം തീർന്നെന്നാണ് പറയും എല്ലാ കാര്യങ്ങളും. അതേസമയം 2000 രൂപയുടെ നോട്ട് മാത്രമേ നിലവിൽ എടിഎമ്മുകൾ വരും ദിവസങ്ങളിൽ നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ബാങ്ക് അധികൃതരും സമ്മതിക്കുന്നുണ്ട്. ജനുവരി 1 മുതൽ 4500 രൂപ വരെ പിൻവലിക്കാൻ ഇടപാടുകാർക്ക് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും പുതിയ 500 രൂപയുടെ ദൗർലഭ്യത മൂലം 4000 രൂപ വരെ പിൻവലിക്കാനേ ഇടപാടുകാർക്ക് സാധിക്കുന്നുള്ളൂ. എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്. ഈ 4000 രൂപ 4500 രൂപ കൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ഹോസ്പിറ്റലിൽ കഴിയൂല. മലബാറിന്റെ സാമ്പത്തിക അടിത്തറയായ സഹകരണ മേഖലയിലെ പ്രതിസന്ധിയും പെൻഷൻ വിതരണത്തിലെ പാളിച്ചകളും പുതുവർഷത്തിലെങ്കിലും മാറുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാതെ സാധാരണക്കാരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയാണ് 2016 മലബാറിനോട് വിട പറഞ്ഞത്. തീരാ ദുരിതത്തിന്റെ നാളുകൾ പുതുവർഷത്തിലും തുടരുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. ക്യാമറാമാൻ മഹേഷ് കുമാറിനോടൊപ്പം നൗഫൽ നസീർ, റിപ്പോർട്ടർ, കോഴിക്കോട്.